Happy Shabbat. Welcome to Song Service. Alive, alive, alive forevermore. My Jesus is alive, alive forevermore. Alive, alive, alive forevermore. My Jesus is alive. Sing hallelujah, sing hallelujah. My Jesus is alive forevermore. Sing hallelujah, sing hallelujah. My Jesus is alive. Jesus, He is alive. Jesus is alive. Jesus, He is alive. Jesus is alive, 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 alive forevermore. My Jesus is alive.
morning and happy Shabbat to all. I am happy to invite each one of you for today's special Shabbat school service. As per church calendar, today is dedicated to highlight and celebrate the gift of children. The theme of Children Shabbat 2025, God's love is rock solid. Let's hope and pray that Children's Shabbat 2025 will help the children and family to learn more about God. Once again, I welcome each one of you for today's Shabbat school service. I invite Joash Arul Kumar for scripture reading. Good morning and happy Sabbath. Scripture reading ആയി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം എഴുതാം സംഗീതങ്ങൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആണ്. ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവ എന്നെ സഹായിപ്പാൻ വേഗമേ. എനിക്ക് പണഹരണി വെട്ടുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ ഹനത്തത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാമ നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവർ ഒക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്നെ ലക്ഷിക്കുന്നവർ ദൈവമക്കത്ത് മുഴുവൻ എപ്പോഴും പറയട്ടെ. ഞാൻ എളിയവനും ദരിദ്രനും ആകുന്നു. ദൈവമെന്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എന്റെ സഹായം, എന്റെ വിടുവിക്കുന്നു ആകുന്നു. യഹോവേ താമസിക്കരുത്. താങ്ക് യു. God bless you. For the opening song, let's sing song number 109 in English, 6 in Malayalam, and pray with Mignaya. There shall be showers of blessing. This is the promise of love. There shall be seasons
Let's close our eyes for prayer. Let's pray. Merciful Heavenly Father, thank you for this wonderful Sabbath morning that you have given us as we are here to worship and praise you. And as we are sitting here to learn about you more and more. And please be with everyone as our Sabbath school service is going on. And thank you for being with us throughout this week. And once again, please be with everyone and bless all the children who all are participating in every program. Please send thy Holy Spirit upon them, God. And bless all the elderly ones and everyone in this church, God. Once again, I thank you for everything that you have given us. In your precious name, Amen. ഹാപ്പി സാബത്ത്. ഈ ക്വാർട്ടറിലെ ആഗോള മിഷൻ വാർത്തകൾ നമ്മൾ എഴുതിയറിയിക്കുന്നത് തെക്കേ ആഫ്രിക്ക ഇന്ത്യ സമുദ്ര ഡിവിഷനിൽ നിന്നാണ്. ഈ ആഴ്ചയിലെ മിഷൻ റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് മഴയ്ക്ക് വേണ്ടി കരയുന്നു. ആഫ്രിക്കയിൽ മാസങ്ങളായി മഴ പെയ്തില്ല. അതുകാരണം അവിടുത്തെ മണ്ണ് കൂടുതൽ ഉണങ്ങി വരണ്ടുപോയി. അവിടുത്തെ കൃഷികളെല്ലാം വാടിക്കരിഞ്ഞുപോയി. സിബോങ്ലി സുലുസിക്ക് 22 വയസ്സുള്ളപ്പോഴാണ് അഡ്വന്റിസ്റ്റ് ഹൈസ്കൂളിൽ ചേർന്നത്. എന്നാൽ വരൾച്ച കാരണം ആ സ്കൂൾ എന്നേക്കുമായി അടച്ചുപൂട്ടേണ്ട സാധ്യതയുണ്ടെന്ന് വാർത്ത അവിടെ പരന്നു. പാടവും തോട്ടവും അവിടെ സ്കൂളിൻ്റെ അടുത്തുണ്ടായിരുന്നു. കുട്ടികൾ അവരുടെ ട്യൂഷൻ ഫീ അങ്ങനെയായിരുന്നു കണ്ടെത്തിയിരുന്നത്. സ്കൂളിൻ്റെ ഭക്ഷണശാലയ്ക്ക് ആവശ്യമായ പച്ചക്കറികൾ ഈ തോട്ടത്തിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. സ്കൂളിൻ്റെ അടുത്തായ ഒരു ഡാം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് സ്കൂളിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും വെള്ളം കിട്ടിയിരുന്നത്. വരൾച്ച കാരണം വെള്ളത്തിന് റേഷൻ ഏർപ്പെടുത്തി. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഓരോ മണിക്കൂർ വീതം വെള്ളം പൈപ്പിൽ വരാറുള്ളൂ. ഈ 3 മണിക്കൂറിൽ വരുന്ന വെള്ളം ഉപയോഗിച്ച് അവരുടെ ഭക്ഷണം പാകം ചെയ്യണം. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ വെള്ളമില്ലാതെ ജീവിതം അവർക്ക് ബുദ്ധിമുട്ടായി. അങ്ങനെ സ്കൂൾ പൂട്ടേണ്ടി വരുമെന്ന സാഹചര്യം വന്നു. ബുധനാഴ്ച രാത്രി കുട്ടികളും അധ്യാപകരും പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. പ്രാർത്ഥന മാത്രമായ അവരുടെ ഏക വഴി. അങ്ങനെ അവർ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കുട്ടിയുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ത്രിവിധ ദൂതുകൾ ലോകത്തോട് പറയണം. വെള്ളമില്ലാത്തത് കൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ്. സിബോഗ്ലിയും കൂടെയുള്ളവരും 2 മാസം പ്രാർത്ഥിച്ചു. അവസാനം മഴ വന്നപ്പോൾ എല്ലാവരും ആഘോഷിച്ചും പള്ളിയിൽ വന്ന സ്തുതിഗീതങ്ങൾ പാടി ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. സ്കൂളിൽ വീണ്ടും കൃഷി ആരംഭിച്ചു. വെള്ളം വന്നതോടെ എല്ലാവരും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. അങ്ങനെ ആ സ്കൂൾ അടച്ചുപൂട്ടാൻ ദൈവം അനുവദിച്ചില്ല. 1994 13ാം വാര കാണിക്കയായി സിംബാബ്വേയിലെ സൊലുസി യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ക്യാമ്പസിൽ ഒരു ഹൈസ്കൂൾ തുടങ്ങാൻ സഹായിച്ചത്. ഇപ്പോൾ സിബോഗ്ലി സുലുസിക്ക് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നു. നിങ്ങളുടെ 13ാം വാര കാണിക്കകൾക്കും സിംബാബ്വേയിൽ ദീർഘമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയും. താങ്ക് യു. Sweet waters flow. Everywhere he leads me, I will follow on. Walking in his footsteps till the crown be worn. Follow, I will follow Jesus. Anywhere, everywhere, I will follow on. Follow, I will follow Jesus. Anywhere he leads me, I will follow on. Down in the valley with my Savior I will go. Where the storms are sleeping and the dark waters flow. Where the sands to lead me, I will never fear. Danger cannot frighten me if my Lord is near. Follow, I will follow Jesus. Anywhere, everywhere, I will follow on. Follow, I will follow Jesus.
everyone. Today I am going to tell a story about God's plan in our lives. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ഫീച്ചർ ടോക്കാണ്. ഒരു ദിവസം ഒരു കപ്പൽ കടലിലൂടെ പോവുകയായിരുന്നു. പെട്ടെന്ന് വലിയ തിരമാലകൾ വന്ന് ആ കപ്പൽ മറിഞ്ഞു വീഴാനിടയായി. അങ്ങനെ അതിലുള്ള എല്ലാ മനുഷ്യരും മരിച്ചുപോയി. പക്ഷെ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ആ ആൾ ഒരു ഐലൻഡിലായിരുന്നു എത്തിയിരുന്നത്, ഒരാൾ താമസമില്ലാത്ത ഐലൻഡിൽ. അങ്ങനെ ആ ഐലൻഡിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി ഒരുപാട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. പക്ഷെ രക്ഷപ്പെട്ടില്ല. പിന്നെയും പ്രാർത്ഥിച്ചു, എന്നിട്ടും രക്ഷപ്പെട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് മടുത്തപ്പോൾ അയാൾ ഒരു ഹട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വുഡും ഗ്രാസും ഒക്കെ വെച്ച് ഒരു ഹട്ട് ഉണ്ടാക്കി. അങ്ങനെ അയാൾ അവിടെ കഴിച്ചു കൂട്ടിയിരുന്നത് ഫിഷും കോക്കനട്ടും ആയിരുന്നു. അങ്ങനെ ഒരുപാട് നാൾ കടന്നുപോയി. ഒരു ദിവസം അയാൾ ഭക്ഷണത്തിനായി പുറത്തിറങ്ങി. ഇങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് അയാളുടെ ഹട്ട് തീ പിടിക്കുന്നത് കാണുന്നത്. അപ്പോൾ അയാൾ തീ പിടിച്ചത് കണ്ടപ്പോൾ ദൈവത്തിനോട് കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്ത് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഒരു ഷിപ്പിൻ്റെ ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ ഷിപ്പിൽ കയറിയിട്ട് ആ ക്യാപ്റ്റനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ ഇവിടെ അകപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ആ ക്യാപ്റ്റൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഫയർ സിഗ്നൽ കിട്ടി, അങ്ങനെ ഞങ്ങൾ രക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ കുറേ നേരം ആലോചിച്ചു, എങ്ങനെ ഇവർക്ക് കിട്ടി, സിഗ്നൽ കിട്ടി, ഞാൻ ആ സിഗ്നലും അയച്ചില്ലല്ലോ എന്ന്. പിന്നെയാണ് ഇയാൾക്ക് മനസ്സിലായത് അത് ദൈവത്തിൻ്റെ പ്ലാൻ ആയിരുന്നു എന്ന്. അപ്പോൾ അയാളുടെ ഹട്ടിനെ തീ പിടിപ്പിച്ച് രക്ഷിക്കാനായിരുന്നു എന്ന് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ മോറൽ എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്ലാൻ പോലെ ആയിരിക്കില്ല ദൈവത്തിൻ്റെ പ്ലാൻ. അപ്പോൾ ജെറമിയ 29:11 പറയുന്നുണ്ട്, says like this, for I know the plans I have for you, declares the Lord, plans to prosper you and not to harm you, plans to hope and future. Thank you. For the closing of Sabbath school service, let us sing song number 108 in English, 224 in Malayalam, and pray with Ashley Vinci Viju. Song of joy and gladness, pray the bring your noblest lays, banish every thought.
Our Heavenly Father in heaven, we thank Thee for the blessed Sabbath. We come into Thy presence for forgiveness for our sins and shortcomings. Dear Lord, we pray for the blessed Sabbath school service. Bless those who all took part in the Sabbath school service. Help us to use our talents for Thy work. Dear Lord, we pray for the sick and the suffering among us. Heal them and provide their needs. Help us to be safe and happy under Thy protection. We ask these few blessings in Jesus' precious name. Amen. Good morning, children. A very blessed Sabbath to everyone. ഇന്നത്തെ ശബദിൻ്റെ പ്രത്യേകത എന്തെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ശബദം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ശബദാണ്. വർഷത്തിൽ ഒരു ശബദ് കുഞ്ഞുങ്ങൾക്കായി മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ശബദ് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അതൊരു നല്ലൊരു അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ലെസൺ നമുക്ക് പഠിക്കുവാനുള്ളത് ദൈവദൂതൻ്റെ മുഖപ്രകാശം ഉള്ളതുപോലെ, അല്ലെങ്കിൽ ദൈവദൂതൻ്റെ മുഖപ്രകാശം പോലെ എന്നുള്ള ഹെഡിങ്ങുള്ള ലെസനാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് നമ്മുടെ മനപ്പാഠം എടുത്തിരിക്കുന്നത്, കുഞ്ഞുങ്ങളുടെ മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് ഹീബ്രൂസ് 10:25, എബ്രായർ 10:25. ഇപ്രകാരം പറയുന്നു, നോട്ട് ഗിവിങ് അപ്പ് മീറ്റിംഗ് ടുഗദർ ബട്ട് എൻകറേജിങ് വൺ അനദർ. ഉണ്ടായിരുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്ന അനേക പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അനേക വിശ്വാസികൾ പള്ളികളിലുണ്ടായിരുന്നു. അവർക്കൊക്കെയും പാസ്റ്റേഴ്സ് അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാസ്റ്റേഴ്സിനൊക്കെ എല്ലാ വിശ്വാസികളെയും മൂപ്പന്മാരെയും എന്ന് വെച്ചാൽ വാർദ്ധക്യത്തിലായവരെയൊക്കെയും അവരുടെ ആഗ്രഹപ്രകാരം അവരെ നോക്കുവാനോ അവരെ കെയർ ചെയ്യാനോ ഒന്നും അവർക്ക് സമയം കിട്ടിയില്ല. എന്ന് വെച്ചാൽ അവർ ഒരുപാട് ജോലികൾ, പാസ്റ്റർ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വേല എല്ലായിടത്തും അവർ പറഞ്ഞ് സഭകളിൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ കൂടുതലും വിധവമാരും പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും അവരൊക്കെയാണ് ഉണ്ടായിരുന്നത്, മൂപ്പന്മാരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പ്രയാസം തോന്നി. ഞങ്ങളെ കരുതുവാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ നോക്കുവാനായിട്ട്, ഞങ്ങളുടെ കൂടെ സമയം കൂടുതൽ ചിലവഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഞങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാതിയുമായിട്ട് എന്ത് ചെയ്തു, അവരുടെ പാസ്റ്റേഴ്സിൻ്റെ ലീഡേഴ്സിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഞങ്ങളെ കരുതുന്ന ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കണം, ഒരു പാസ്റ്റർ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. അപ്രകാരം അവരെല്ലാം ശരി, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ആഗ്രഹമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ദൈവത്തിൻ്റെ പരിജ്ഞാനവും ബൈബിൾ ഒക്കെ അറിയാവുന്നൊക്കെ ഉള്ള വ്യക്തികൾ ആരെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുത്തു കൊള്ളുക എന്ന് ലീഡേഴ്സ് അവർക്ക് പ്രോമിസ് കൊടുത്തു. അങ്ങനെ അവരെന്ത് ചെയ്തെന്നറിയാവോ, ഇവരെല്ലാവരും കൂടെ ഒരു 7 വ്യക്തികളെ തിരഞ്ഞെടുത്തു. അപ്പം ഈ 7 വ്യക്തികളിൽ ഒരാളാണ് ആര്, സ്റ്റീഫൻ എന്ന് വെച്ചാൽ സ്തേഫാനോസ്. ഈ സ്തേഫാനോസിനെ കുറിച്ചുള്ള കഥയാണ് ഇന്ന് നമ്മുടെ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പം സ്തേഫാനോസിൻ്റെ മുഖമാണ് ദൈവദൂതൻ്റെ മുഖപ്രകാശം പോലെ ആയിരുന്നതെന്ന് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് നാം പോകുന്നത്. അപ്പോൾ സ്തേഫാനോസിനെ തിരഞ്ഞെടുത്തപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങളെ നോക്കുവാനും ഞങ്ങളെ കരുതുവാനും ഒക്കെ ആയിട്ട് നല്ല ഒരു വ്യക്തിയെ കിട്ടിയല്ലോ എന്ന് അവർ സന്തോഷിച്ചു. അപ്പോൾ വിധവന്മാർ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ മരിച്ചവരാണ് വിധവന്മാർ. അപ്പോൾ എൽഡേഴ്സ്, മൂപ്പന്മാർ. അപ്പോൾ സഭകൾ അവരൊക്കെ പണ്ട് കാലത്ത് ഒരുപാട് അങ്ങനെയുള്ള വ്യക്തികളുണ്ടായിരുന്നു സഭയിൽ. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്തു, സ്റ്റീഫൻ എല്ലാ സഭകളിൽ പോവുകയും പള്ളികളിലൊക്കെ പോയി ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്റ്റോറീസും ബൈബിൾ സ്റ്റോറീസ്, അതുപോലെ അവരൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ അവരുടെ പ്രയാസങ്ങളും അവരുടെ ദുഃഖങ്ങളും എല്ലാം അവരുടെ സന്തോഷത്തിലും ഒക്കെ സ്തേഫാനോസിന് സമയം കണ്ടെത്തി അവർക്കൊക്കെയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ സ്തേഫാനോസ് ചെയ്തു. സ്തേഫാനോസ് ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്തേഫാനോസിൽ കൂടുതൽ പ്രവർത്തിക്കുകയും കൂടുതൽ ആൾക്കാരെ സ്തേഫാനോസിന്
ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ദൈവത്തിൻ്റെ വേല ചെയ്യുവാനും ഒക്കെ സാധിച്ചു. അപ്പോൾ അനേക ജനങ്ങൾ എന്ന് വെച്ചാൽ സ്റ്റേഫാനോസ് ഇങ്ങനെ തൻ്റെ സ്നേഹവും കരുതലും ഒക്കെ ആവശ്യമുള്ള അനേകം വിധവന്മാരും പാവപ്പെട്ടവരും എൽഡേഴ്സിനൊക്കെ എന്ത് ചെയ്തു, കൂടുതലായിട്ട് അവരെ കരുതുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, എല്ലാം അനേകം ഇങ്ങനെയുള്ള പാവങ്ങളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹമൊക്കെ ആവശ്യമുള്ളവരെന്ത് ചെയ്തു, കരുതലൊക്കെ ആവശ്യമുള്ളവരെന്ത് ചെയ്തു, സ്റ്റേഫാനോസിൻ്റെ കൂടെ അവരൊപ്പം ഒരു വലിയ ഒരു വിശ്വാസ കൂട്ടം ആരുടെ കൂടെ ഉണ്ടായിരുന്നു, സ്റ്റേഫാനോസിൻ്റെ കൂടെ ആയിരുന്നു, എന്ന് വെച്ചാൽ സ്റ്റീഫൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റീഫൻ്റെ പ്രവർത്തനവും ഈ സ്റ്റീഫൻ്റെ കരുതലും മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതും ദൈവത്തിൻ്റെ വേലയൊക്കെ ഒരു ഗ്രൂപ്പ് ആൾക്കാരെന്ന് വെച്ചാൽ യഹൂദ ഗ്രൂപ്പ്, യഹൂദന്മാർ കുറച്ച് പേർക്ക് എന്ത് ചെയ്തു, വളരെ അസൂയ തോന്നി സ്റ്റേഫാനോസിൻ്റെ ഈ കരുതലും ദൈവത്തിൻ്റെ വേലയൊക്കെയും വചനം പറയുന്നതും അവരുടെ ആവശ്യങ്ങളൊക്കെ കരുതുന്ന ഈ കുറച്ച് യഹൂദ വ്യക്തികൾക്ക് എന്ത് ചെയ്തു, സ്റ്റേഫാനോസിൻ്റെ അടുത്ത് അസൂയ തോന്നി. ആ അസൂയ തോന്നിയിട്ട് എന്ത് ചെയ്തു, അവർക്ക് ഒരു സന്നിഗ്ധ ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു. എങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞെന്നറിയാവോ? അവർക്ക് പറഞ്ഞത്, ഈ സ്റ്റേഫാനോസ് അല്ലെങ്കിൽ ഈ സ്റ്റീഫൻ എന്ത് ചെയ്തു, ദൈവത്തിനെ കുറിച്ച് വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്ന് വെച്ചാൽ പള്ളിയിൽ നിന്ന് ദൈവത്തിനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നു, ദൂഷ്യമായിട്ടുള്ളത് പറയുന്നു. അതുപോലെ മറ്റുള്ള ശിഷ്യന്മാരുടെ സ്റ്റോറീസൊക്കെ പറയുന്നത് ഇവർക്ക് ദോഷമായിട്ട് ചിന്തിച്ച് പറഞ്ഞു. എന്ന് വെച്ചാൽ കള്ളസാക്ഷ്യം പറഞ്ഞു. സന്നിഗ്ധ ആ ലീഡർഷിപ്പിൻ്റെ മുമ്പേ ഈ യഹൂദരെന്ത് ചെയ്തു, കള്ളസാക്ഷ്യം പറഞ്ഞു, കള്ളത്തരം പറഞ്ഞു. ഈ മനുഷ്യന് വിശുദ്ധ സ്ഥലത്ത് നിന്നു ന്യായപ്രമാണത്തിന് എന്ന് വെച്ചാൽ മോശയുടെ ന്യായപ്രമാണത്തിന് എതിരായിട്ട് എന്ത് ചെയ്തു, സംസാരിക്കുന്നു. ദൈവത്തിന് എതിരായിട്ടും അതുപോലെ മോശയുടെ ന്യായപ്രമാണത്തിനെതിരായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റീഫൻ സംസാരിക്കുന്നു. ദൈവത്തിന് എതിരായിട്ടും എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ പുത്രനെ അയച്ച് ലോകത്തെ രക്ഷിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ദേഷ്യം തോന്നി. ദൈവത്തിനെതിരായിട്ട് പള്ളിയിൽ നിന്ന് ജനങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നു, മോശയുടെ ന്യായപ്രമാണത്തിനെതിരായിട്ടൊക്കെ പ്രസംഗിക്കുന്നു. അപ്പം സ്റ്റീഫൻ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരെ കരുതുന്നു, സ്നേഹിക്കുന്നു, ഇതൊന്നും ഇവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ആ ലീഡേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ലീഡേഴ്സ് പറഞ്ഞു, അവനെ കൊണ്ടുവാ എന്ന് പറഞ്ഞു. അവനെ വിളിച്ചുകൊണ്ട് വാ. അവനെ വിളിപ്പിച്ചു. സ്റ്റീഫനെ ഈ ലീഡേഴ്സിൻ്റെ മുമ്പ് വിളിപ്പിച്ചു. സ്റ്റീഫൻ വന്നു നിന്ന് എന്താണ് എന്നെ വിളിച്ചത്, എന്നിലുള്ള ആരോപണം എന്താണ്, എന്നിലുള്ള കുറ്റം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ ഇപ്രകാരമാണ് ദൈവത്തിനെതിരായിട്ടും മോശയുടെ കൽപ്പനയ്ക്കെതിരായിട്ടും ഒക്കെ പ്രസംഗിക്കുന്നു, നീ ആളുകളെ എല്ലാം തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്റ്റീഫൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാനുള്ള കാര്യമാണ്, ഞാൻ സത്യമാണ് ഞാൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ദൈവം എന്താണ് ഓരോ കാലഘട്ടത്തിൽ അബ്രഹാമിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് അബ്രഹാമിനെ വിളിച്ചു. അതുപോലെ അബ്രഹാം, ഐസക്ക്, പിന്നെ യാക്കോബ്, പിന്നെ അവസാനം മോശ. അപ്പം ഇങ്ങനെ ഓരോരുത്തരെ ദൈവം വിളിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്തവരെ കുറിച്ചെല്ലാം അവരുടെ മുമ്പാകെ സ്റ്റീഫൻ പറഞ്ഞു. പക്ഷെ അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു. അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അതൊന്നും പറയാൻ പാടില്ല. അവർക്ക് സ്റ്റീഫൻ ചെയ്യുന്ന വേലയെ തടസ്സപ്പെടുത്തണം, നിർത്തലാക്കണം. സ്റ്റീഫൻ ഒരിക്കലും ആരടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല. അവർക്ക് സത്യമാണെന്ന് അറിയാമെങ്കിൽ തന്നെയും എന്ത് ചെയ്തു, സ്റ്റീഫൻ്റെ ആ വേലയ്ക്ക് വിരോധമായിട്ട് അത് നിർത്തലാക്കുവാൻ തക്കവണ്ണം അവരെന്ത് ചെയ്തു, കൂടിയാലോചിച്ചു. സ്റ്റീഫൻ്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ച് സന്നിധി സംഘത്തിലെ ലീഡേഴ്സ് എന്ത് ചെയ്തു, സ്റ്റീഫൻ്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ച് സ്റ്റീഫൻ അതിനെല്ലാം ദൈവപരിജ്ഞാനത്തോടുകൂടി, ദൈവം നൽകുന്ന ആ ബുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊക്കെയും സ്റ്റീഫൻ പറഞ്ഞ ആ സ്റ്റോറീസ് അതെല്ലാം അതിൽ കൂടെയൊക്കെ എന്ത് ചെയ്തു,
സ്റ്റീഫൻ അവർക്ക് ഒരു പേടിയുമില്ലാതെ ഒരു ലീഡർഷിപ്പിൻ്റെ മുമ്പാണ് നിൽക്കുന്നതെന്നുള്ള ഭയപ്പാടൊന്നും സ്റ്റീഫൻ ഇല്ലായിരുന്നു. അതിന് കാരണം എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്റ്റീഫനോട് കൂടി ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്റ്റീഫനെ നയിച്ചു, സ്റ്റീഫൻ്റെ ശക്തി നൽകി, ബലം നൽകി. സ്റ്റീഫൻ ഇവരെല്ലാം ദേഷ്യപ്പെട്ട് ഇങ്ങനെ സ്റ്റീഫനെ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ തിരിച്ചു മറുപടി പറയാനുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ട് പോലും സ്റ്റീഫൻ എപ്രകാരം നിന്നെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സ്റ്റീഫൻ ഭയങ്കര കാമായിരുന്നു. സ്റ്റീഫൻ അവരെന്ത് ചോദിച്ചാലും സ്റ്റീഫൻ ഇങ്ങനെ സോഫ്റ്റായിട്ട്, എന്ന് വെച്ചാൽ ഒരു ദേഷ്യവും കൂടാതെ ഒരു നല്ല ഒരു ദൈവപുരുഷനായിട്ട് അവരുടെ മുമ്പാകെ നിന്നു. അവർക്കിത് കാണും തോറും ദേഷ്യം വന്നു. അവരോരോ രീതിയിൽ സ്റ്റീഫനെ ക്വസ്റ്റ്യൻ ചെയ്തു. എന്നാൽ അത് കഴിഞ്ഞിട്ട് സ്റ്റീഫൻ എങ്ങനെയൊക്കെ അത് സ്റ്റീഫൻ്റെ അടുത്ത് പ്രവർത്തിച്ചിട്ടും സ്റ്റീഫൻ എന്ത് ചെയ്തില്ല? ഒരു ദേഷ്യവും അവർക്ക് തോന്നിയില്ല. സ്റ്റീഫൻ താഴ്മയോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വളരെ നിശബ്ദനായി തന്നെ അവരുടെ മുമ്പ് നിന്നു. എന്നിട്ട് സ്റ്റീഫൻ പ്രാർത്ഥിക്കുകയായിരുന്നു. സ്റ്റീഫൻ എന്നിട്ട് അവർ പറഞ്ഞു, നീ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, നീ ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ദൈവത്തിൻ്റെ വേല ഇനി മനുഷ്യരടുത്ത് അല്ലെങ്കിൽ ആ ജനങ്ങളടുത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എതിരായിട്ട് നിന്ന ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്തു? സ്റ്റീഫന് വലിച്ച് പിടിച്ച് സ്റ്റീഫനെ പുറത്ത് നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി സ്റ്റീഫനെ കല്ലെറിയാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്തൊക്കെയും സ്റ്റീഫൻ ഒരു ദുഃഖമില്ല. സ്റ്റീഫൻ്റെ മുഖമൊക്കെ എപ്രകാരമായിരുന്നു? ദൈവദൂതൻ്റെ മുഖപ്രകാശം പോലെയായിരുന്നു സ്റ്റീഫൻ്റെ മുഖം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്റ്റീഫനിലുണ്ടായിരുന്നു. അപ്രകാരം ദൈവത്തിൻ്റെ ദൂതൻ്റെ മുഖം പോലെ, ദൂതന്മാരുടെ മുഖം പോലെ പ്രകാശമായിരുന്നു സ്റ്റീഫൻ്റെ മുഖം. സ്റ്റീഫൻ ഒരിക്കലും വിഷമിച്ചില്ല. സ്റ്റീഫൻ സ്വർഗത്തിലേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ ഇവർ ചെയ്യുന്നത് ഇവരോട് ക്ഷമിക്കണമേ, ഇവർക്ക് എന്താണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് അവർക്കറിയില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് സ്റ്റീഫൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം സ്വർഗം, ഇപ്പം സ്റ്റീഫൻ ഒരു ദർശനം കണ്ടു. സ്വർഗത്തിലേക്ക് നോക്കി സ്റ്റീഫൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? സ്വർഗത്തിൽ നിന്ന് സ്വർഗം തുറന്നിരിക്കുന്നതും ഹെവൻ ഓപ്പൺ ആയിരിക്കുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ സൈഡിൽ പുത്രൻ മീൻസ് യേശു ക്രിസ്തു ഇരിക്കുന്നതായിട്ട് കണ്ടു സ്റ്റീഫൻ. അപ്പോൾ ഭയങ്കര സന്തോഷം. അത് നേരിട്ട് ദൈവത്തിൻ്റെ പുത്രനും ഇരിക്കുന്നതാണ്ട് സ്റ്റീഫന് ഭയങ്കര സന്തോഷം തോന്നി. ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അവർ സ്റ്റീഫനെ വലിച്ചിഴച്ച് നഗരത്തിന് പുറത്ത് കൊണ്ടുവന്ന് സ്റ്റീഫനെ എല്ലാവരും കല്ലെറിയാൻ തുടങ്ങി. ശത്രുക്കളെല്ലാവരും എന്ത് ചെയ്തു? സ്റ്റീഫന് കല്ലെറിയാൻ തുടങ്ങി. അപ്പോൾ കല്ലെറിഞ്ഞ് സ്റ്റീഫനെ ഉപദ്രവിച്ച് ഇതെല്ലാം ചെയ്യുമ്പോഴും സ്റ്റീഫൻ ഭയങ്കര ദയാലുവായിട്ട്, ഭയങ്കര കാമായിട്ട്, ഒരു തിരിച്ച് പ്രതികരിക്കുകയോ ഒന്നും ചെയ്യാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി സ്റ്റീഫൻ എന്ത് ചെയ്തു? മാപ്പപേക്ഷിച്ചു. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തെന്ന് വെച്ചാൽ സ്റ്റീഫന് ആരാണ് സ്റ്റീഫന് കൂടുതൽ അപ്രകാരം കാമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താഴ്മയോടുകൂടി ഇവരെല്ലാം എന്തെല്ലാം ഓപ്പോസിഷൻ സ്റ്റീഫനിൽ ഉണ്ടായിട്ടും സ്റ്റീഫൻ അപ്രകാരം ഇരിക്കാൻ എന്താണ് സ്റ്റീഫനിൽ പ്രവർത്തിച്ചത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഈ പാഠത്തിൽ നിന്നും പഠിക്കുന്ന എന്താണ്? ദൈവത്തിൻ്റെ വചനം നാം മറ്റുള്ളവരിൽ പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, സ്റ്റോറീസ് കുഞ്ഞു മക്കളാകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങൾ ഓരോ ശാബത്ത് സ്കൂളിലും വന്ന് പഠിക്കുന്നതായ പാഠം മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക്, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളെയും എന്ത് ചെയ്യും? ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുന്ന മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കൃപകളും നൽകും. ദൈവത്തിൻ്റെ ബൈബിൾ സ്റ്റോറീസ്, നിങ്ങൾ പഠിക്കുന്നതായ സ്റ്റോറീസൊക്കെ മറ്റുള്ള കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം കൂടുതലായി ദൈവം ശക്തീകരിക്കും. അപ്പോൾ ദൈവം അപ്രകാരം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ
ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനമൊക്കെയും നാം പഠിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കരുതലും കൃപയും നമുക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം ഇന്നത്തെ സാബത്ത് സ്കൂൾ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ് നമുക്കൊരിക്കൽ കൂടെ പറയാം. എന്താണ്? ദൈവത്തിൻ്റെ മുഖപ്രകാശം പോലെ. ആ മുഖപ്രകാശം പോലെയുള്ള പഠിച്ചതായ സ്റ്റോറിയിലെ വ്യക്തി ആരാണ്? സ്തേഫാനോസ്. ഓക്കെ, അപ്പോൾ ആ സ്തേഫാനോസിനെ പോലെ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതികൂല ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിലും വന്നാൽ തന്നെയും എന്ത് ചെയ്യണം? നാം എപ്പോഴും പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവം നമ്മളെ നടത്തും. നല്ല കാര്യങ്ങൾ നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വേല മറ്റുള്ളവരിൽ നാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദൈവം നമ്മളെ കരുതിക്കൊള്ളും. എല്ലാ പ്രയാസങ്ങൾ വന്നാലും ദൈവത്തിൻ്റെ കൃപ നമ്മളെ വഴി നടത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇന്നത്തെ പാഠം നാം എല്ലാവരും പഠിച്ചതുപോലെ ദൈവത്തിൻ്റെ ആ മുഖപ്രകാശമുള്ളവരായി നമ്മളുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും കാണുവാൻ തക്കവണ്ണം ദൈവം ഇട നൽകട്ടെ. അപ്രകാരം ദൈവം കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കുഞ്ഞുമക്കൾക്കും ഇന്നത്തെ ശബത്ത് അനുഗ്രഹപ്രദമായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ. സ്വർഗായ അധിവസിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഇന്ന് അടിയങ്ങൾ പഠിച്ചതായ പാഠം ഓരോ കുഞ്ഞുങ്ങളിലും അത് അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണമേ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ വഴി നടത്തുമെന്നുള്ള ആ വിശ്വാസത്തിലും, അതുപോലെ തന്നെ അടിയങ്ങളുടെ പ്രായമുള്ളവരെയും മൂത്തവരെയും ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യണമെന്നുള്ള പാഠവും കൂടെ അടിയങ്ങൾ അവിടെ നിന്ന് പഠിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ദൂതമാരുടെ കാവലും കൂട്ടായ്മയും അടിയങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണമേ, വഴി നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാണമേ. ആമേൻ.